പോപ്പുലേഷൻ എക്കോളജി, റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഇൻ പോപ്പുലേഷൻ. ഓക്കെ, സോ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവരിലുള്ള രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ്സുകളാണ് സെമൽ പാരിറ്റിയും അതുപോലെ തന്നെ എറ്ററോ പാരിറ്റിയും. സെമൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഇൻഡിവിജ്വൽ ക്യാൻ റീപ്രൊഡ്യൂസ് ബട്ട് ഓൺലി വൺസ്. സെമൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇൻഡിവിജ്വലിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഒരു തവണ ഒരിക്കൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ അങ്ങനെയുള്ള ഓർഗാനിസംസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് സെമൽ പാരിറ്റി എന്ന് പറയുന്നത്. ഇനി എറ്ററോ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഓർഗാനിസം ക്യാൻ റീപ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ടൈംസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് എറ്ററോ പാരിറ്റിയിൽ വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സെമൽ പാരിറ്റി എന്താണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ ഓൺലി വൺസ് ഇൻ ലൈഫ്, അതായത് ഒരിക്കലേ റീപ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഒരിക്കലേ ചെയ്യുള്ളൂ. ആൻഡ് ഓർഗാനിസം യൂസ്ഡ് മാക്സിമം എനർജി ഫോർ റീപ്രൊഡക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഒരിക്കലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, സോ ആ ഒരു ടൈം എന്ത് ചെയ്യും? ഇവരുടെ മാക്സിമം എനർജി ഉപയോഗിച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ദേ പ്രൊഡ്യൂസ് മെനി നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ ഒരിക്കലേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അപ്പോൾ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് കുറേ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഓഫ് സ്പ്രിങ്സ് ഒക്കെ വളരെ സ്മോൾ സൈസ് ആയിരിക്കുള്ളൂ, അപ്പോൾ സ്മോൾ സൈസ് ഓഫ് സ്പ്രിങ്സ് ആയിരിക്കുള്ളൂ. ആൻഡ് ഇതിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കുള്ളൂ. അപ്പോൾ ജനറേഷൻ ടൈം എങ്ങനെയാണ്? ഷോർട്ടാണ്. അപ്പൊ സെമൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിസം അവരുടെ മാക്സിമം എനർജി ഉപയോഗിച്ച് ധാരാളം ഓസ്പ്രിങ്സ് ഉണ്ടാക്കും. ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് സ്മോൾ സൈസ് ആയിരിക്കും ആൻഡ് ദെയർ ജനറേഷൻ ടൈം ഈസ് ഷോർട്ട്. ഓക്കെ, ഇനി ഈ ഒരു സെമൽ പാരിറ്റിൽ വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ആർ സെലക്ഷൻ സ്പീഷീസ് ആയിരിക്കുള്ളൂ. ഓക്കെ, ആർ സെലക്ഷൻ സ്പീഷീസ് ആണ് ഇതിൽ വരുന്നത്, സെമൽ പാരിറ്റിയിൽ വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ അതിനെ ജനറലിസ്റ്റ് സ്പീഷീസ് എന്ന് പറയും. ആൻഡ് ദേ ആർ നോട്ട് സ്ട്രോങ് കോമ്പറ്റീറ്റർ, അവർ അത്ര സ്ട്രോങ് കോമ്പറ്റീറ്റർ ഒന്നുമല്ല. ആൻഡ് ദേ ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ടോളറൻസ്. അത് മാത്രമല്ല ദേ ഹാവ് ലെസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി കുറവാണ്. നിഷ് വിത്ത് ബ്രോഡ് ആയിരിക്കുള്ളൂ. പിന്നെ ഇവരിൽ പാരന്റൽ കെയർ ആബ്സെന്റ് ആയിരിക്കുള്ളൂ. കുറേ ഓസ്പ്രിങ്സ് ഇല്ല, അപ്പോൾ പാരന്റൽ കെയർ അതനുസരിച്ച് കുറയും. പാരന്റൽ കെയർ ആബ്സെന്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആനുവൽ പ്ലാന്റ്സ്, പിന്നെ ഇൻസെക്ട് വരുന്നുണ്ട്, ബാംബു, മേ ഫ്ലൈസ്, സൈക്കഡ, പാസഫിക് സാൽമൺ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ആനുവൽ പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബാംബു, മെയ്ഫ്ലൈസ്, സൈക്കഡ, പസഫിക് സാൽമൺ. ഇനി നമുക്ക് ഇറ്ററോ പാരിറ്റി നോക്കാം. ഇറ്ററോ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഓർഗാനിസം ക്യാൻ റീപ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ മൾട്ടിപ്പിൾ ടൈം റീപ്രൊഡക്ഷൻ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ദേ യൂസ് ദെയർ എനർജി ഇൻ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ കുറേ പല തവണയായിട്ട് ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റവരുടെ പോലെ ഫുൾ എനർജി ഇവർ എടുക്കില്ല, പകരം എനർജി ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് കുറച്ചിശെ എടുത്ത് ഇങ്ങനെ പോകുള്ളൂ. അതുപോലെ തന്നെ അവർ കുറച്ച് നമ്പർ ഓഫ് പ്രോജനി ഉണ്ടാക്കുള്ളൂ, പക്ഷേ ഉണ്ടാവുന്ന പ്രോജനി വളരെ ലാർജ് സൈസ് ഓഫ് സ്പ്രിങ് ആയിരിക്കുള്ളൂ. ഇനി ഇതിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, കമ്പാരിറ്റീവ്ലി ലാർജ് ആയിരിക്കുള്ളൂ. ഇനി ഈ ഒരു എറ്ററോപാരിറ്റിയിൽ വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് എസ് സെലക്ഷൻ സ്പീഷീസ് ആണ്. നമ്മൾ അവരെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. മറ്റവരെ നമ്മൾ ജനറലിസ്റ്റ് എന്നാണ് പറഞ്ഞത്, ഇവരെ സ്പെഷ്യലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇവര് വളരെ സ്ട്രോങ് കോമ്പറ്റീറ്റർ ആണ്. ഇവരുടെ ടോളറൻസ് എന്ന് പറയുന്നത് നാരോ റേഞ്ച് ആണ്. ആൻഡ് അവർക്ക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പിന്നെ ഇവരിൽ പാരന്റൽ കെയർ ഉണ്ടാകെ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ, അപ്പോൾ പാരന്റൽ കെയർ എന്തായാലും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മാമൽസ്, ലാർജ് ട്രീസ്, ബേർഡ്സ് ആൻഡ് ഡ്രാസീന. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവരിൽ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് സെമൽ പാരിറ്റിയും എട്രോ പാരിറ്റിയും. സെമൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഒരു തവണ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എട്രോ പാരിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെമൽ പാരിറ്റിയിൽ എങ്ങനെയാണ്? മാക്സിമം എനർജി ഉപയോഗിക്കുന്നുണ്ട്, കുറേ ഓസ്പ്രിങ്സ് ഉണ്ടാവുന്നുണ്ട്, ഉണ്ടാവുന്ന കുട്ടിക്ക് കുഞ്ഞ് സൈസ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ആർ സെലക്ഷൻ സ്പീഷീസ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് നമ്മൾ അവരെ ജനറലിസ്റ്റ് സ്പീഷീസ് എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല അവരൊരു സ്ട്രോങ് കോമ്പറ്റേറ്റർ അല്ല, അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ടോളറൻസ് ആണ് കാണിക്കുന്നത്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി വളരെ കുറവാണ്. നിഷ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബ്രോഡ് ആയിരിക്കുള്ളൂ. പാരന്റൽ കെയർ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ആനുവൽ പ്ലാന്റ്സും ഇൻസെക്ട്സ്, ബാംബു, മെയ്ഫ്ലൈസ് ഒക്കെ അതിലാണ് വരുന്നത്. ഇനി എട്രോ പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ മൾട്ടിപ്പിൾ ടൈം ആണ്. ഇവർ എനർജി എന്താണ്? മറ്റവരുടെ പോലെ ഒറ്റ
ഒറ്റയടിക്ക് മാക്സിമം എനർജി ഉപയോഗിക്കുകയല്ല, ഇവരിങ്ങനെ എനർജി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് പ്രോജനി ഉണ്ടാവുന്ന ഓസ്പ്രി എന്ന് പറയുന്നത് ലാർജർ സൈസാണ്. പിന്നെ ഇവരുടെ ജനറേഷൻ 9 എന്ന് പറയുന്നത് കുറേ ലാർജാണ്, സമയമെടുക്കും. ആൻഡ് സെലക്ഷൻ സ്പീഷീസ് ആണ്. ഇവരെ നമ്മൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. മാത്രമല്ല ദേ ആർ സ്ട്രോങ് കോമ്പറ്റേറ്റർ. ഇവരുടെ ടോളറൻസ് എന്ന് പറയുന്നത് നാരോ റേഞ്ച് ഓഫ് ടോളറൻസ് ആണ്. അതുപോലെ തന്നെ ഹൈ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി ആണുള്ളത്. പാരന്റൽ കെയർ പ്രസന്റ് ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാമ്മൽസ്, ലാർജ് ട്രീസ്, ബേർഡ്സ്, ട്രസീന, ഇതൊക്കെ ഏതാണ്? എട്രോപാരിറ്റി ആണ്. അപ്പോൾ നമ്മളൊക്കെ ഇതിൽ വരും. നമ്മൾ മാമ്മൽസ് ആയതുകൊണ്ട് നമ്മളൊക്കെ എട്രോപാരിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.